ഹലോ ഹായ് നമസ്കാരം. പൊടിയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഒരു തിരുവോണാശംസകൾ. ഞങ്ങൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും തിരുവോണം ഉണ്ണുന്നത് ഒരൊറ്റ ഇലയിലാണ്. വർഷങ്ങളായിട്ട്, അതായത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 13 വർഷം കഴിഞ്ഞു. ആ 13 വർഷമായിട്ടും ഞങ്ങൾ ഈ ഒറ്റ ഇലയിലാണ് എല്ലാ ഓണത്തിനും സദ്യ ഉണ്ണുന്നത്. എന്തെങ്കിലും പ്രത്യേക ദിവസങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ഈ ഒറ്റ ഇലയാണ് സദ്യ ഉണ്ണുന്നത് പതിവ്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഞങ്ങൾ ആ ഒറ്റ ഇല മുറിച്ചിട്ടുണ്ട്. ഇതിൽ ഓരോ പ്രോഡക്റ്റായിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഓളനും കാളനും, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി. ഇവിടെ മക്കൾക്കും എനിക്കുമൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പച്ചടിയാണ് നമ്മൾ പൈനാപ്പിൾ പച്ചടി. അങ്ങനെ പൈനാപ്പിൾ പച്ചടിയും തോരൻ, അവിയൽ, സാമ്പാർ, പരിപ്പ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും കൂട്ടി നമ്മളങ്ങനെ ഈ വർഷത്തെ തിരുവോണ സദ്യ ഒന്നാണ്. അപ്പോൾ സദ്യക്ക് വേണ്ട എല്ലാ കറികളും വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇത്രയും കറികളാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം വിളമ്പിയതിന് ശേഷം ഇനി അടുത്ത മെയിൻ കഥാപാത്രമായ ചോറ് വന്നിട്ടുണ്ട്. ചോറും ചെറിയ പാത്രത്തിലൊന്നും അല്ല വിളമ്പുന്നത്, ഞങ്ങൾ വലിയൊരു പ്ലേറ്റിലാണ് വെച്ച് വിളമ്പുന്നത്, കാരണം എല്ലാവർക്കും കൂടെ കഴിക്കണ്ടേ. പിന്നെ നമ്മൾ വർഷത്തിൽ ഓണത്തിന് മാത്രം പൊരിച്ചെടുക്കുന്ന ഒരു വറ്റലാണ്, നമ്മളെ തൊപ്പി വറ്റലെന്ന് മക്കൾ പേരിട്ട ഒരു സംഭവമാണ് തൊപ്പി വറ്റൽ. അപ്പോൾ തൊപ്പി വറ്റലും പരിപ്പും പപ്പടവും കൂടെ കൂട്ടി നമ്മൾ 4 പേരുള്ളതുകൊണ്ട് 4 പേർക്കും ഓരോ പപ്പടമായിട്ട് വയ്ക്കും. അല്ലെങ്കിൽ ഒരു പപ്പടം ഒരാളങ്ങോട്ട് പൊടിക്കുമ്പം തിന്നണത് വേറെ ആയിരിക്കും. അതുകൊണ്ട് 4 പേർക്കും ഓരോ പപ്പടമൊക്കെ വെച്ച് നമ്മൾ ഇന്നത്തെ സദ്യ കഴിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. തിരുവോണം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലബിൻ്റെ ഓണപരിപാടിയുണ്ട്. രാവിലെ ഓണപരിപാടിക്ക് പോയി മത്സരത്തിനൊക്കെ പങ്കെടുത്തിട്ടാണ് വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നത്. ഇനി ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് 2 മണിയാകുമ്പോൾ വീണ്ടും പോകണം. 12:30 ആയപ്പോൾ ഞങ്ങളിങ്ങ് കയറി വന്നിട്ടുണ്ടായിരുന്നു. ഇനി 2 മണിക്ക് ശേഷം വീണ്ടും പോകും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ, ടാറ്റ.